സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാർ അറസ്റ്റിലായിരിക്കുന്നു. സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ രീതിയിലാണ് പരാമർശിച്ചിരിക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് അടങ്ങാത്ത കാമഭ്രാന്താണെന്നും പിന്നെ എന്താണ് രാത്രി 12 മണിക്ക് ശേഷം റോഡിലിറങ്ങി നടക്കുന്നവർ തെരുവ് വേശ്യകളാണ് എന്നും അങ്ങനെയൊക്കെയുള്ളൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ഈയിടെയായിട്ട് കാണുന്നതാണ്, നേരത്തെ ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള ആളുകളും ഇതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് കണ്ടു. മോഹൻദാസും അറസ്റ്റിലായി, പക്ഷേ പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങി പോയതും കണ്ടു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ സ്ഥിരമായി വരുന്നുണ്ടോ? എന്തുകൊണ്ടാണോ ഇങ്ങനെയൊരു പരാമർശങ്ങൾ കൂടി വരുന്നത് ഈയിടെയായിട്ട്? അല്ല, ആദ്യം പറയേണ്ടത് നിയമത്തിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു തോന്നലാണ്. അതല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. പുരുഷനായതുകൊണ്ട് സ്ത്രീകളെ എന്തും പറയാമെന്നും, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് അധിക്ഷേപിച്ച് പറഞ്ഞാലും നിയമത്തിന് മുന്നിൽ അത്രക്കിത്ര മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ഒരു തോന്നൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അല്ല, ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിക്കാനുള്ള ഒരു ഇതാണെന്നാണോ കരുതിയിരിക്കുന്നത്? അല്ല, നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, വനിതാ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് പോലെ തന്നെ പുരുഷ കമ്മീഷനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ്. പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ പുരുഷ കമ്മീഷൻ എന്ത് പ്രസക്തിയാണെന്ന് ചോദിക്കുമ്പോൾ പുരുഷ കമ്മീഷൻ വേണം, പുരുഷന്മാർക്ക് നീതി കിട്ടണമെന്ന് പറയുമ്പോഴും മറുവശത്തുള്ള പ്രധാന പ്രശ്നം ഇതൊക്കെയാണ്. സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ ഉള്ളിടത്ത് പുരുഷ കമ്മീഷൻ കൂടി തുടങ്ങുക, അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ കൂടി വരികയാണ് എങ്കിൽ അവിടെ സ്ത്രീകൾ സുരക്ഷിതരാണോ? നിയമം ഞങ്ങളെ ഇത്രേ ചെയ്യൂ എന്നുള്ള തോന്നലിൽ ഇപ്പൊ ഒരു പുരുഷ കമ്മീഷൻ അതിന്റെ പിന്തുണ ഇല്ലാതെ ഈ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഒരു പുരുഷ കമ്മീഷൻ കൂടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ പല ആളുകളോട് സംസാരിക്കുമ്പോൾ പല ആളുകളും പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്ന പ്രധാന കാര്യം ഇതാണ്. വേണ്ട എന്ന് പറയുന്നവർ പറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. സ്ത്രീകൾക്കെതിരെ എന്ത് അധിക്ഷേപ പരാമർശവും നടത്താം. 12 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീ തെരുവ് വേശ്യയ്ക്ക് സമമാണ് എന്ന് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യത, അല്ലെങ്കിൽ ഇവരാരാണ്? ഒരു സ്ത്രീയെ ഈ തരത്തിലൊക്കെ ജഡ്ജ് ചെയ്യാനും സമൂഹത്തിന് മുന്നിൽ പറയാനും ഇവരാരാണ്? അല്ലെങ്കിൽ ഇവരെന്തിനാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കട്ടെ, ഇതേപോലെ തന്നെ ഇതിലും മോശമായ രീതിയിലാണ് പിന്നെ മോഹൻദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഡൽഹിയിൽ നടക്കുന്ന സമരത്തിനിടയിൽ ഇവിടെ കുറെ ബലാത്സംഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ബലാത്സംഗം ഉണ്ടായാലും അവർക്കാർക്കും പരാതി ഉണ്ടാവില്ല. കാരണം ഇവരൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണല്ലോ എന്നുള്ളൊരു ഈ ഒരു പരാമർശം ഉണ്ടായി. അതിനുശേഷം ടി.ജി. മോഹൻദാസിനെ 15 ദിവസം കഴിഞ്ഞിട്ടാണ് അറസ്റ്റിലാവുന്നത്. അറസ്റ്റിലായിട്ട് അന്ന് തന്നെയോ അല്ലെ പിറ്റേന്നോ ജാമ്യം കിട്ടിയിട്ട് പോരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. എന്ത് വന്നാലും അന്ന് ഉടൻ തന്നെ ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടായിരിക്കില്ലേ വീണ്ടും തീർച്ചയായും. മുൻപാണെങ്കിൽ സ്ത്രീകൾക്കെതിരെ, മുൻപത്തെ സർക്കാരിന്റെ സമയത്ത് സ്ത്രീകൾക്കെതിരെ ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുകയും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള PR കപ്പിൽ ചായ കുടിച്ചിരുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ വരുമ്പോൾ പലപ്പോഴും കേസ് എടുക്കാറില്ല. ഇപ്പോൾ സ്ഥിതിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. കേസ് എടുക്കും, വലിയ വിവാദപരമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു തോന്നലാണ് ഈ പരാമർശങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകൾക്കുള്ളത്. അത് തന്നെയാണ് ആദ്യം മാറേണ്ടത്. നേരത്തെ ഇപ്പം വീണ്ടും മോഹൻദാസിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ആ അറസ്റ്റില് കൃത്യമായ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസ് എടുത്തില്ല എന്നും, പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലല്ല ഉണ്ടായത്, അല്ലെങ്കിൽ വീഴ്ച പറ്റി എന്നുള്ളൊരു പൊതുവെ ഒരു ചർച്ച ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെ വീണ്ടും ഇവരെ എളുപ്പത്തിൽ രക്ഷപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും ഈ അധിക്ഷേപ പരാമർശങ്ങളും സ്ത്രീകൾക്കെതിരായ എന്ത് നടപടികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പറയുന്നത് ഈ ഒരു നിലപാട് ഓരോരുത്തർക്കും കർശനമായ നടപടി എടുക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നത്. കാരണം എല്ലാ കാര്യത്തിലും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നുള്ള രീതിയാണ് വി.ഡി. സതീശൻ സർക്കാരിലെ UDF സർക്കാരിനെ പറയുന്നതും അവർ തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രിയദർശിനി ബസ് ഇറക്കുന്നു, പിന്നെ രാത്രി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിങ്ക് ബസ് വരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും, പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കുമ്പോഴും സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള മോശമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നടപടി വരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? വരുന്നില്ല എന്ന തോന്നലുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇപ്പൊ അറസ്റ്റ് ചെയ്താലും ഇത്ര കൂടിപ്പോയാൽ ഒരു ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് ഇറങ്ങിപ്പോകാം, ഞങ്ങൾ വായി തോന്നുന്നത് എന്തും സ്ത്രീ സമൂഹത്തെ പറയും അല്ലെങ്കിൽ സ്ത്രീകളെ പറയുമെന്നുള്ള ചിന്ത ഉണ്ടാക്കിയെടുത്തത് സർക്കാർ, അല്ലെങ്കിൽ സർക്കാർ മാറി വന്നിട്ടേ ഉള്ളൂ. സർക്കാർ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ ശക്തമായി എടുക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ മാറി വന്ന സർക്കാരിന് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഇപ്പോൾ ഒരു അധിക്ഷേപ പരാമർശം നടത്തിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതൊരു വിവാദമാകും അല്ലെങ്കിൽ അതൊരു ചർച്ചയാകും, പിന്നീട് അതവിടെ തീരുമെന്നുള്ള ഒരു ധൈര്യം കൊണ്ടാണ്. ഇപ്പൊ തന്നെ ഇദ്ദേഹം ഈ പരാമർശം നടത്തുന്നത്
വനിതാ ശിശു ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് അവരൊരു നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ പേരിൽ, ഒരു വനിതാ കൂട്ടായ്മയുടെ പേരിലാണ്. അപ്പൊ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. സ്ത്രീകൾക്ക് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ പേരിലാണ് അവർ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ വരുന്നത്. അപ്പോഴാണ് പുരുഷന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുരുഷന്റെ ഭാഗത്തു നിന്നോ പുരുഷ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ പറയാം ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇനി ഒരു ദിവസത്തേക്ക് ഒരു കൂട്ടായ്മയുടെ പേരിലല്ല സ്ത്രീകൾക്ക് പുറത്തിറങ്ങേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല സ്ത്രീകൾക്ക് പുറത്തിറങ്ങേണ്ടത്. അവിടെ മാറ്റം വരേണ്ടത് ഏത് സമയത്തും സ്ത്രീ പുറത്തിറങ്ങിയാൽ അവൾ സുരക്ഷിതയാണ് എന്നുള്ള മെസ്സേജാണ് കേരളത്തിൽ നിന്ന് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് തോന്നണം, ഞങ്ങൾ ഏത് സമയത്ത് പുറത്തിറങ്ങിയാലും ഞങ്ങൾ സേഫാണ്, ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്ന ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. അതിന് നിയമവ്യവസ്ഥകളും മാറിയേ പറ്റൂ, എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആയി പറ്റൂ. ഇവിടെ ഒരു കൂട്ടായ്മയുടെ പേരിൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ 12 മണിക്ക് പുറത്തിറങ്ങുന്ന സ്ത്രീകളൊക്കെ തെരുവ് വേശ്യയാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് ഒരാളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ റേപ്പ് ചെയ്തതിനു ശേഷം അവളുടെ വസ്ത്രധാരണം ശരിയല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ചെയ്താലും ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി അവിടെ കിടക്കുന്നുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകില്ല എന്ന തോന്നൽ എന്ന് മാറുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്ന് മാറുന്നു, അപ്പോഴും മാത്രമേ ഇതിലൊക്കെ മാറ്റം വരും. ഒറ്റയടിക്ക് ഇതൊന്നും മാറാൻ പോകുന്നില്ല. ഇനി സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ TG മോഹൻദാസിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിൽ ആ 11 ദിവസത്തിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടത്, അടുത്ത ദിവസം അദ്ദേഹം ഇറങ്ങി. പിന്നെ ആരോഗ്യ പ്രശ്നമാണ് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും നിയമം അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ അനാവശ്യ പരാമർശങ്ങൾ നടത്തി അകത്ത് കിടക്കും എന്നുള്ള ഭയം ഇത്തരം പരാമർശം നടത്തുന്ന, അല്ലെങ്കിൽ ഇത്തരം പരാമർശം നടത്തുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകുന്ന രീതിയിൽ നിയമം മാറണം, അല്ലെങ്കിൽ കേരള പോലീസെങ്കിലും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാകൂ.